ഒരുമിച്ച് തിരുവെടുത്തുകളിലേക്ക് ഇന്ന് രാത്രി നമുക്ക് പ്രവേശിക്കാം. പ്രത്യേകിച്ച് യോഗം പ്രിസൈഡ് ചെയ്യുന്ന പ്രിയ സാം പാസ്റ്ററും മറ്റ് അനുഗ്രഹിക്കപ്പെട്ട എല്ലാ കർത്തൃദാസന്മാർക്കും ഒറ്റ വാക്കിൽ വന്ദനത്തെ പറയുന്നു. തിരുവെടുത്തുകളുടെ ചിന്തകളിലേക്ക് ഒരുമിച്ച് നമുക്ക് പ്രവേശിക്കാം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ തന്നെ. കരമുയർത്തി ഒന്നിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് കരങ്ങളെല്ലാം ഉയർത്തി ദൈവ സാന്നിധ്യത്തെ നമ്മൾ ഒന്നിച്ച് അനുഭവിക്കുമ്പോൾ എല്ലാ വായ്കളും തുറന്നൊരു നിമിഷം കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് ഈ അന്തരീക്ഷത്തിനകത്ത് തുടർന്ന് പങ്കുവെക്കപ്പെടുന്ന വചനം അതിൻ്റെ മുഴുവൻ അധികാരത്തോടെ ഇന്ന് രാത്രിയും പ്രവർത്തിക്കേണ്ടതിനായിട്ട് കൃപ ലഭിച്ച ദൈവമക്കളെല്ലാം ആധരങ്ങൾ തുറന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ അന്തരീക്ഷത്തിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിൻ്റെ ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം, അതതിൻ്റെ അസാധാരണമായ സ്പർശനം ഇന്ന് രാത്രി സ്വർഗം അയക്കുമെന്ന് വിശ്വസിക്കുന്ന എല്ലാ ആധരങ്ങളും തുറന്ന് അല്പനിമിഷങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, ഇന്ന് രാത്രി ഈ അന്തരീക്ഷത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇവിടെ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ദൈവവചനത്തിൻ്റെ വ്യാപനത്തിന് വിരോധമായി നിൽക്കുന്ന സകല പൈശാചിക മേഖലകളെയും എല്ലാ ചിന്തകളെയും ഇന്ന് രാത്രിയിൽ ഞാൻ യേശുവിൻ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വ്യാപരിക്കുന്ന ദൈവ നിയോഗങ്ങൾക്ക് നന്ദി പറയുന്നു. ഇന്ന് രാത്രി ഇവിടെ നിയോഗങ്ങൾ പങ്കുവെക്കപ്പെടണം, ദൈവിക അധികാരങ്ങൾ പങ്കുവെക്കപ്പെടണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഉറപ്പിക്കണം, വചനം ഞങ്ങളെ തിരുത്തണം, വചനം ഞങ്ങളെ ശക്തിപ്പെടുത്തണം, വചനം ഞങ്ങൾക്ക് ജീവൻ പകരണം. എല്ലാ ദൈവകൃപയ്ക്കും നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഞാൻ ഈ രാത്രി നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുന്നത് ഈ തീമിനോടുള്ള ബന്ധത്തിൽ തന്നെ എസ്രയുടെ പുസ്തകം അതിൻ്റെ 5-ാമത്തെ അധ്യായം, അതിനകത്ത് അതിൻ്റെ 1-2 വാക്യങ്ങളിൽ കാണുന്ന ഒരു വാക്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുന്നു. എന്നാൽ ഹഗായി പ്രവാചകനും ഇദോവിൻ്റെ മകൻ സെക്കരിയാവും എന്ന പ്രവാചകന്മാർ യഹൂദയിലും യെരൂശലേമിലുമുള്ള യഹൂദന്മാരോട് തങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രവചിച്ചു. അങ്ങനെ ഷെയ്ത്തിയലിൻ്റെ മകനായ സെരുബാബേലും യോസാദേക്കിൻ്റെ മകനായ യോശുവയും എഴുന്നേറ്റ് യെരൂശലേമിലെ ദേവാലയം പണിയുവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പ്രവാചകന്മാർ അവരോട് കൂടെ ഇരുന്ന് അവരെ സഹായിച്ചു. ഈ രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടെ ഈ ഒരു തിരുവെടുത്തുകളിലേക്ക് നമുക്ക് വരാം. പ്രിയ കർത്തൃദാസൻ, പ്രിയ അനീഷ് പാസ്റ്ററിലൂടെ ഞാൻ ആദ്യ ഭാഗം പ്രിയ ദേവദാസൻ ആമുഖം പറഞ്ഞു പോയപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. 518-ാമത്തെ റൂമിലാണ് ഞാൻ താമസിക്കുന്നത്, 519-ാമത്തെ റൂമിലാണ് കർത്തൃദാസൻ താമസിക്കുന്നത്. മിക്കപ്പോഴും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഒരുമിച്ചാണ് വരുന്നത്. പക്ഷേ ഒരിക്കലും ഞങ്ങൾ എന്താണ് പ്രസംഗിക്കുന്നതെന്ന് തമ്മിൽ ചിന്തിച്ചിട്ടില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് എന്താണ് ഇന്ന് രാത്രിയിൽ നിങ്ങളിലേക്ക് ഇടുവാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് കിട്ടിയ ഒരു കൺഫർമേഷൻ ആയിരുന്നു തൻ്റെ ആമുഖ ഭാഗമെന്ന് പറയുന്നത്. കാരണം കർത്താവ് എന്നോട് പങ്കുവെച്ചൊരു തിരുവെടുത്ത് എല്ലാ ദൈവപ്രവർത്തികളുടെയും അടിസ്ഥാനപരമായ കാര്യം ജനം ഒരുമിച്ച് കൂടി നിന്ന് തമ്മിൽ കോംപ്ലിമെൻ്റ് ചെയ്ത് തമ്മിൽ അവർ അന്യോന്യം ഉണർത്തിയാൽ മാത്രമേ ഒരു ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും, ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ, സൈന്യത്തിനല്ല, ശക്തിയിലല്ല. പക്ഷേ അതിനകത്ത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഒരു തലമുറ ആത്മാവിൽ കണക്ട് ചെയ്യപ്പെടണം. ഒരു തലമുറ ആത്മാവിൽ കണക്ട് ചെയ്യപ്പെടണം. ഇവിടെ ഞാൻ കണ്ട ഒരു 4-5 സമൂഹങ്ങളുണ്ട്. ഒന്ന് സെരുബാബേൽ, അത് ഭരണ നേതൃത്വത്തിനകത്തുള്ള മനുഷ്യനാണ്. 2 യോശുവ, പൗരോഹിത്യ നേതൃത്വമാണ് യോശുവ. 3 സെക്കരിയാവ്, പ്രവാചക ശബ്ദമാണ് സെക്കരിയാവ്. 4 ഹഗ്ഗായി, ദൈവജനത്തെ ഉണർത്തുന്ന ദൈവത്തിൻ്റെ പ്രവാചക ശബ്ദമാണ്. 5 ജനങ്ങൾ പണിയുന്ന കണികളാണ്. 5 കൂട്ടത്തെ നമുക്കിവിടെ കാണാം. ഭരണ നേതൃത്വങ്ങൾ, പൗരോഹിത്യ വൃന്ദങ്ങൾ, പ്രവാചക ശബ്ദങ്ങൾ, ഉണർത്തുന്ന ശബ്ദങ്ങൾ, പണിയുന്ന കൈകൾ. എവിടെയൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നോ ഒരു കൂട്ടത്തെ കൊണ്ടല്ല കാര്യം നടക്കുന്നത്. ഈ പറഞ്ഞ മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരുമിച്ച് കൈകോർക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഒന്നൊന്നിന് പകരമല്ല, ഒന്നിനെ മാറ്റി നിർത്തിയിട്ടല്ല. ഒന്ന്, ഈ കൂട്ടങ്ങൾ മുഴുവൻ ചെയ്യുമ്പോൾ എന്തിനാ സഭയിൽ ദൈവം വ്യത്യസ്ത അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, സുവിശേഷകന്മാരെ, ഇടയന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ? അപ്പോസ്തലന്മാർക്ക് പകരമല്ല പ്രവാചകൻ, പ്രവാചകന്മാർക്ക് പകരമല്ല ഇടയൻ, ഇടയന് പകരമല്ല സുവിശേഷകൻ, സുവിശേഷകന് പകരമല്ല ഉപദേഷ്ടാവ്. ഇവർ 5 കൂട്ടരും ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പം കർത്താവിൻ്റെ ശരീരമായ സഭയ്ക്ക് ആത്മീക വർധന വരുത്തും. ആർക്കുമാരും പകരമല്ല, ആരെയും അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കയറുകയല്ല. വേൾഡ് കപ്പ് കഴിഞ്ഞ കാലം ഈ മണ്ണിലൊക്കെയല്ലേ നടന്നത്. നമുക്കറിയാം 5 സബ്സ്റ്റിറ്റ്യൂട്ടുകൾ അതിനകത്ത് വരും. ഇത്ര സമയം കഴിയുമ്പോൾ വളരെ സബ് ചെയ്തിട്ട് മറ്റൊരാൾ വരും. കാരണം അദ്ദേഹത്തെക്കാളും
ആ ദിവസം എഫിഷ്യൻ്റ് ആയിട്ട് കളിക്കുന്നവർ, എത്ര വലിയ വലിയ കളിക്കാരനും എംബപ്പയാകട്ടെ മെസ്സിയാകട്ടെ ആരുമാകട്ടെ, അവരുടെ കാലിൽ ബോൾ വരാത്ത ദിവസങ്ങളുണ്ട്. ഫൈനലിനകത്ത് നോക്കിയാൽ മതി. ആ ഫൈനലിലെത്തി അർജന്റീനയുടെ കാലുകളിൽ ബോൾ എത്താത്ത ആരോ ട്രോളൊക്കെ ഇറക്കിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു 0 ഷോട്ട് എന്ന് പറഞ്ഞ്. അപ്പം ഒരു ഷോട്ടും കാലിൽ എത്താത്തൊരു ദിവസങ്ങളും അതിനകത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത്, പക്ഷേ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഓഫായി പോയ ഒരു കളിക്കാരനെ മാറ്റിയിട്ട് മറ്റൊരാളെ കെട്ടുമ്പോൾ ആ കളിക്കൊരു ഉണർവ് കിട്ടും. ചിലപ്പം 60 മിനിറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു മനുഷ്യനായിരിക്കും ആ കളിയുടെ ഗതി മുഴുവൻ മാറ്റുന്നത്. എന്നാൽ ശുശ്രൂഷയ്ക്കകത്ത് സംഭവിക്കുന്ന കാര്യം പറയാം. ഒരാളുടെ മേളിൽ നിൽക്കാനോ ഒരാളെ അല്ലെങ്കിൽ കടന്നു കയറാനോ അല്ല ശുശ്രൂഷ എന്ന് പറയുന്നത്. മറിച്ച് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ, ഒരുമിച്ച് ശുശ്രൂഷിക്കുമ്പോൾ, ഒരുമിച്ച് പടപൊരുതുമ്പോൾ, ഒരുമിച്ച് ദേശത്തെ കാണുമ്പോൾ, ഒരുമിച്ച് ദേശത്തിന്റെ വെല്ലുവിളിയെ കാണുമ്പോൾ, ഒരുമിച്ച് ദൗത്യത്തെ കാണുമ്പോൾ, ഒരുമിച്ച് വിഷനെ കാണുമ്പോൾ, അതിൻ്റെ നടുവിൽ സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, പ്രസംഗകർ എഴുന്നേൽക്കട്ടെ, സുവിശേഷകന്മാർ എഴുന്നേൽക്കട്ടെ, ദൈവിക നിയോഗമുള്ളവർ എഴുന്നേൽക്കട്ടെ. വിശ്വസിക്കുന്നവർ പറ, നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്നേ. ഹല്ലേലൂയ. എല്ലാവരും ഒരേ ജോലിയല്ല ചെയ്തത്, എല്ലാവരും അവരുടേതായ ജോലിയാണ് ചെയ്തത്. എല്ലാവരും ഒരു ജോലിയല്ല ചെയ്തത്, എല്ലാവരും അവരവരുടേതായ ജോലിയാണ് ചെയ്തത്. മറ്റൊരാളെ നോക്കിയിട്ട് ആ ജോലി ചെയ്യാനുള്ള പരിശ്രമത്തിനല്ല ആയുസ് മുഴുവൻ പാഴാക്കിയത്. മറിച്ച് എന്നെ ഏൽപ്പിച്ച ദൗത്യം, എന്നെ ഏൽപ്പിച്ച നിയോഗം, എന്നെ ഏൽപ്പിച്ച ദൈവിക പദ്ധതി, അതിനുവേണ്ടി അത് ഞാൻ ചെയ്യാൻ തയ്യാറായാൽ മറ്റൊരാൾ അദ്ദേഹത്തോട് ചെയ്ത ശുശ്രൂഷ ആ വ്യക്തി ചെയ്യുമ്പോൾ, ഒരുമിച്ച് നിൽക്കുമ്പോൾ, അവിടെയാണ് ദൈവസഭയുടെ ആത്മീയ വർദ്ധനവ് സംഭവിക്കുന്നത്. ഒരുമിച്ച് ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയ അനീഷ് പാസ്റ്ററോടൊപ്പം ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹം ശുശ്രൂഷിച്ചതിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹവും ഞാനും തമ്മിൽ ഇവിടെ എന്തല്ല നടക്കുന്നേ. പണ്ട് PFP ഉള്ള കാലത്ത് പ്രസംഗ മത്സരമുണ്ട്. പ്രസംഗ മത്സരത്തിന് പോയി 7ാമത്തെ വയസ്സ് 8ാമത്തെ വയസ്സ് തൊട്ട് സൺഡേ സ്കൂൾ PFP പ്രസംഗ മത്സരത്തിന് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ എന്തില്ല ഇവിടെ പ്രസംഗ മത്സരമല്ല, അല്ലെങ്കിൽ ഇവിടെ കഴിവുകളുടെ പ്രദർശനമല്ല. കാരണം ആ കഴിവുകളുടെ പ്രദർശനത്താൽ പ്രൂവ് ചെയ്യപ്പെടേണ്ട ഒരു വേദിയുമല്ലിത്. കാരണം ഇത് ദൈവ മഹത്വവും ദൈവ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ ഇടബലം നടക്കേണ്ട വേദിയാ. ഇതൊരു മത്സര വേദിയല്ല, ഇത് മഹത്വം ഇറങ്ങുന്ന വേദിയാ. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷിച്ച ദൈവത്തിന് ധൈര്യത്തോടെ നന്ദി പറയും. ദൈവം ഞങ്ങളുടെ മേലിട്ട ദൈവത്തിന്റെ നിയോഗം, ദൈവം ഞങ്ങളുടെ മേൽ പകർന്ന ദൈവത്തിന്റെ നിയോഗം, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനാ മുറയിൽ പങ്കുവെച്ച ദൈവിക ദൂതുകൾ അത് ജനത്തിന് കൈമാറി ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങൾ ഇതിനകത്ത് ഒരുമിക്കാത്ത ചില ഹൃദയങ്ങൾ, ഒരുമിക്കാത്ത ചില മനസ്സുകൾ, ഒരുമിക്കാത്ത ചില മേഖലകൾ ആത്മാവിൽ ഒരുമിച്ച് ഒരു പൊതു കോസിന് വേണ്ടി, ഒരു പൊതു കാരണത്തിനു വേണ്ടി ജനം ആത്മാവിൽ ഒന്നിച്ചു കൂടട്ടെ. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗത്ത് മനസ്സിലായത്, സക്കറിയാവ് പ്രവചിച്ചു, സെരുബാബേൽ പ്രവർത്തിച്ചു, യോശുവ ആത്മീക നേതൃത്വം നൽകി, ഹഗ്ഗായി ജനങ്ങളെ ഉണർത്തി, ജനം എഴുന്നേറ്റ് പണിതു. മറ്റൊരു തെളിവ് പറയാം. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തേക്ക് വരുമ്പോൾ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ വരുമ്പം അവിടെ കാണുന്നുണ്ട്, ഒരു വേള ജനം പറഞ്ഞൊരു പറവുണ്ട്, ഞങ്ങൾക്ക് പണിയാൻ വയ്യ, തടന്നുപോയി. പക്ഷെ നിയോഗം പ്രാപിച്ചവൻ ആത്മാവിലൊരെ എൻകറേജ് ചെയ്തു, ബലപ്പെടുത്തി, നിയോഗം കൈമാറി. ഒരു ഭാഗത്ത് എഴുതി വെച്ചത് അവർ ഒരു കൈ കൊണ്ട് വാള് പിടിച്ചു, മറു കൈ കൊണ്ട് വേല ചെയ്തു. അപ്പം ഇവരുടെ തളർച്ച കൈകൾക്കായിരുന്നോ മനസ്സുകൾക്കായിരുന്നോ? ഇവരുടെ വിഷയം മനസ്സുകൾക്കകത്തായിരുന്നു. പക്ഷെ നിയോഗം പ്രാപിച്ചവനും അധികാരം പ്രാപിച്ചവനും അതിനകത്ത് ആത്മാവിൽ ഒന്നുണർത്തിയപ്പം ജനം എഴുന്നേറ്റ് വേല ചെയ്തു. ഈ തലമുറ നമ്മുടെ മുമ്പിൽ വെക്കുന്ന വെല്ലുവിളി ഞാൻ പറയാം. അടുത്തൊരു തലമുറയുടെ അല്ലെങ്കിൽ അടുത്തൊരു തലമുറയിൽ ഉയർന്നു വരുന്ന 100 ആശയങ്ങൾ ഇവിടെ നിന്ന് ഒരു സമൂഹത്തെ പറിച്ചെടുത്ത് മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോവുക. നാസ്തികവാദങ്ങൾ പ്രബലപ്പെടുക, മറ്റു പല മതത്തിൻ്റെയും സ്വാധീനങ്ങൾ പ്രബലപ്പെടുക, ആത്മീക മൂല്യച്യുതികൾ കൊണ്ട് മനം മടുത്ത ജനം പലതിൻ്റെയും പിൻപിലേക്ക് പോയി ആയുസ് പാഴാക്കുക. ഇതിൻ്റെ നടുവിൽ നമുക്ക് ഒറ്റ കാര്യം വെളിപ്പെടുത്താനുള്ളൂ. മോശം എന്നതിന് ഹൈലൈറ്റ് കൊടുക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. മോശമല്ല ജനം അറിയേണ്ടത്, നല്ലതാ ജനം അറിയണ്ടേ. ഈ യോഗത്തിന് മുമ്പാ ഫുഡ്, നാട്ടിലൊക്കെ യോഗം കഴിഞ്ഞിട്ടാ ഫുഡ്. ഇവിടെ നമ്മൾ അതിന് മുമ്പ് നമ്മുടെ ഒരു ടൈം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് കയറിയേ. പക്ഷേ ഇതിന് ശേഷം ഭക്ഷണം ഉണ്ടെന്നങ്ങ് ഇരിക്കും. ഇതിന് ശേഷം ഭക്ഷണമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം എവിടെയാ ആ ഭക്ഷണം കഴിക്കേണ്ട മുറി എന്നുള്ളത്. ഭക്ഷണം ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി.
കയറി വന്നപ്പോഴേ നല്ല ബിരിയാണിയുടെ മണവും വന്നു. അപ്പോൾ ഭക്ഷണം ഉണ്ടെന്ന് ആരോ പറഞ്ഞു, ബിരിയാണിയുടെ മണവും കിട്ടി. പക്ഷെ ആരും ഒരു കൃത്യമായ നിർദ്ദേശം കൊടുത്തില്ല. ഇത് ഏത് റൂമിനകത്താണ് വിളമ്പുന്നത്, ഏത് സ്ഥലത്താണ് നിങ്ങൾ ചെല്ലേണ്ടത്. എല്ലാവർക്കും അറിയാം എന്തുണ്ട്, ഭക്ഷണമുണ്ട്. അവസാനം ഈ ഭക്ഷണം അന്വേഷിച്ച് കണ്ടുപിടിച്ച മുറിയിൽ ചെന്ന് ഭക്ഷണം കഴിച്ചവർ സന്തോഷത്തോടെ പോയി. പക്ഷെ കുറച്ചു പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, പലരും നോക്കി, പക്ഷേ അവർക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ പലതും വിട്ടുപോയി. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ജങ്ക് ഫുഡ് അവർ കഴിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതിന് ഉത്തരവാദിത്തം ഒറ്റ വാക്കുമതിയായിരുന്നു. ആ വാതിലിലൂടെ പോയാൽ നിങ്ങൾക്കകത്ത് കയറാമെന്നും അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഫീസ്റ്റ് ഉണ്ടെന്നും ഞാൻ പറയുന്ന ഒറ്റ വാക്കിന് വലിയൊരു കൂട്ടത്തെ രക്ഷിക്കാമായിരുന്നു. എന്താ ഇന്നത്തെ ലോകത്ത് സംഭവിക്കുന്ന അറിയുമോ? മറ്റു പലതിൻ്റെയും മുൻപിൽ വ്യക്തികളായിട്ട് നീങ്ങുന്നു. ഒരുമിച്ച് ആത്മാവിൽ കണക്ട് ചെയ്യാൻ പറ്റാതിരിക്കുമ്പം തെറ്റായ വാതിലൂടെ മോഹനമായത് പലതും കാണിച്ച് അടുത്ത തലമുറയെ മാടി വിളിക്കുന്ന സാത്താന്യ പദ്ധതികൾ ഇവിടെ ഉയർന്നിരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നേ? എങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോരാടാൻ കഴിയുന്നത്? ഇവിടെയാണ് ജനം എഴുന്നേൽക്കേണ്ടത്. ഇവിടെയാ ജനം പ്രാർത്ഥിക്കേണ്ടത്. ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, ഒരുമിച്ച് നിന്ന് ഈ ദേശത്തിന്മേൽ അടുത്ത തലമുറയുടെ മേൽ പിടിമുറുക്കുന്ന സകല അധികാരങ്ങളെയും അതിന്റെ അടിവേരുകളെ തകർക്കാൻ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മീക അധികാരങ്ങളെ ഉപയോഗിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥനാ മുറിയിൽ ജാഗരിച്ച് അവർ കർമ്മ മേഖലയിൽ ഇറങ്ങുമ്പോൾ അത്ഭുതങ്ങളുടെ കരം ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ എന്നോടൊപ്പം എത്ര പേർക്ക് ഈ രാത്രി പ്രാർത്ഥിക്കാൻ കഴിയും? ഒരുമിച്ച് നിൽക്കേണ്ട സമയം. അവർ തമ്മിൽ ഉണർത്തി പ്രോത്സാഹിപ്പിച്ചു, അവർ മത്സരത്തിനല്ല, അവരൊരു ദൗത്യത്തിനകത്താ. നമ്മൾ മത്സര ലോകത്തല്ല, നമ്മളൊരു ദൗത്യത്തിനകത്താ. ഇനിയും ഞാൻ നന്നായി ചെയ്യുക എന്നതല്ല വിഷയം, ദൈവം എനിക്ക് വേണ്ടി നന്നായി ചെയ്യുക എന്നതാ വിഷയം. ഞാൻ നന്നായി പലപ്പോഴും എൻ്റെ ഫോക്കസ്, നമ്മുടെ ഫോക്കസ് നിൽക്കുന്നത് എനിക്ക് നന്നായി ചെയ്യണം. നോ, ദൈവം ഞങ്ങൾക്ക് വേണ്ടി എങ്ങനെ നന്നായി ചെയ്യും? ദൈവം നമുക്ക് വേണ്ടി എങ്ങനെ സകലവും നന്നായി ചെയ്യുന്ന ദൈവം, നിത്യതയും നമ്മുടെ ഉള്ളിൽ ഇട്ട ദൈവം, നമ്മെ ദൗത്യത്തിനായിട്ട് നിർത്തിയ ദൈവം, ദൈവിക പദ്ധതികൾക്ക് നമ്മെ ഓഹരിക്കാരാക്കി തീർത്ത ദൈവം, ദൈവിക ശുശ്രൂഷകൾ നമുക്ക് തന്ന ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് നന്നായി ചെയ്യുകയെന്നല്ല, ഒരു സമൂഹവും ഉത്തരവാദിത്തത്തിനകത്ത് ദൈവം എനിക്ക് വേണ്ടി നന്നായി ചെയ്യുന്നതിന് ആത്മാവിൽ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാകുമ്പോൾ അവരാണ് ദൈവത്തിന് വൻ കാര്യങ്ങളെ പ്രവേശിക്കുന്നത്. ഇനി രണ്ടാമത്തതിലേക്ക് ഞാൻ വരാം. ശരിക്കും അവിടെ സെക്കരിയാവും സെരുബാബേലും കൂടെ ഒന്നിക്കുക. ഒരുവൻ അവിടുത്തെ ഗവർണറാ. അധികാരത്തിന് പരിമിതിയുണ്ട്. കാരണം പേർഷ്യ ഗവൺമെന്റിന്റെ കീഴിലൊരു ഗവർണറാ. പരിമിതിയുണ്ട് അധികാരത്തിന്. പക്ഷെ മറ്റൊരുത്തിനൊരു പ്രവാചകനാ. ഇവർ രണ്ടുപേരും കൂടെ ഒരു കാര്യത്തിനായിട്ട് ഒന്നിച്ചു. രാവിലെ ഞാൻ പറഞ്ഞു, ഇവർ രണ്ടുപേരും രണ്ട് സമൂഹങ്ങളാ, രണ്ട് പ്രായമാ. ഒരാൾക്ക് എങ്ങനെ പറഞ്ഞാലും ഒരു പരിധിയും ലോകാനുഭവവും പ്രായമുള്ള ഒരു മനുഷ്യൻ, ലോകം കാണാൻ പോകുന്നൊരു ചെറുപ്പക്കാരൻ. ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചത്. എന്നാൽ പിന്നെ 16 വർഷമായിട്ട് പണിയൊന്നുമില്ലാതെ മരവിച്ചിരിക്കുന്ന സെരുബാബേലിനെ അട്ടിമറിച്ച് ഞാൻ ആ ഭരണസാന്നിധ്യത്തിലേക്ക് കയറാമെന്ന് ഒരിക്കലും സെക്കരിയാവ് പറഞ്ഞില്ല. അവിടെ സെക്കരിയാവ് പ്രവചിച്ച പ്രവചനം എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. സെരുബാബേലിനെ ബലപ്പെടുത്തിയിട്ട് പറയുകയാണ്, സെരുബാബേലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമാർ അത് സമഭൂമിയായി മാറും എന്ന് പറഞ്ഞ നിന്നെ നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കയറുമെന്നല്ല പറഞ്ഞേ, മറിച്ച് നീ വീണു പോവരുത്. കാരണം നീ ദൈവ നിയോഗത്തിൻ്റെ ഒരു ചിത്രമാണ്. നമ്മൾ മുമ്പിൽ കാണുന്ന പലതും വീണു പോയാൽ നാളെ അതിനോടൊപ്പം വീണു പോകുന്ന പിഴുതു പോകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പിഴുതു കളയാനല്ല നമ്മുടെ നിയോഗം, മറിച്ച് ആത്മാവിൽ പണിയാനാണ് നമ്മുടെ നിയോഗം. സെക്കരിയാവ് പിഴുതു കളയുന്ന ശുശ്രൂഷയല്ല ചെയ്തത്, സെക്കരിയാവ് പണിയുന്ന ശുശ്രൂഷ ചെയ്തത്. ഈ തലമുറയിലെ ഏറ്റവും വലിയ വെല്ലുവിളി പറയാം, ഇന്ന് തണുപ്പിക്കുന്നവർ കുറവും കത്തിക്കുന്നവർ കൂടുതലുമാണ്. തിരുവിടത്തിൻ്റെ ഏറ്റവും വലിയ നിയോഗം പറയാം, അത് തണുപ്പിക്കുന്ന ശുശ്രൂഷയാ. പൗലോസ് ഒരു 4 വാക്യം എടുത്തിട്ട് പൗലോസ് പറഞ്ഞ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തെ പറ്റി പൗലോസ് പറയുന്നു, അവൻ എൻ്റെ ഹൃദയത്തെ തണുപ്പിച്ചു. ഫിലമോനെ പറ്റി പറയുന്നു, നീ അനേക വിശുദ്ധന്മാരെ തണുപ്പിച്ചു. ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം, ഏറ്റവും ബെസ്റ്റ് ശുശ്രൂഷയാ തണുപ്പിക്കുന്നത്. ചിലപ്പോൾ തണുപ്പിക്കുന്നവരെ ചിത്രത്തിനകത്ത് പോലും കണ്ടു കാണത്തില്ല. ബർന്നബാസ് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതപ്പെട്ടതിനേക്കാൾ കൂടുതൽ പൗലോസിന് എഴുതപ്പെട്ടിട്ടുണ്ട്. തണുപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാ. കത്തിക്കാൻ എളുപ്പമാണ്, പക്ഷെ കത്തിക്കുന്നത് തണുപ്പിക്കാൻ പാടാം.
ഈ തലമുറയിൽ സ്വർഗം ആഗ്രഹിക്കുന്നത് കത്തിക്കുന്നവരെയല്ല, സ്വർഗം ആഗ്രഹിക്കുന്നവർ തമ്മിൽ ശുശ്രൂഷയ്ക്കായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് ആത്മാവിൽ ഒരാളുടെ ആത്മീക വർധനയ്ക്കായിട്ട് ആ വ്യക്തിയുടെ മേലുള്ള വിളി, അതിനെ ആത്മാവിൽ കത്തിക്കാൻ ഞാൻ തയ്യാറാകും. ഞാൻ ആ ഭാഗത്തെ ദൈവം എനിക്ക് തന്ന ഒരു ചിന്ത ഞാൻ എഴുതി വെച്ചു. മറ്റൊരു വ്യക്തിയുടെ വിളിയെ ഭീഷണിയായി കാണാതെ അവരുടെ വിളിയുടെ ഫുൾഫിൽമെന്റിന് വേണ്ടി അവരെ സഹായിക്കുന്നവനാണ് ദൈവനിയോഗം പ്രാപിച്ചവൻ. ഒരു വ്യക്തിയുടെ വിളി എൻ്റെ ഭീഷണിയല്ല. ആ വ്യക്തിയെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ എനിക്ക് ഭീഷണിയല്ല. കാരണം ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയും, ദൈവം അനീഷ് പാസ്റ്ററെ ഏൽപ്പിച്ച ശുശ്രൂഷയും, ദൈവം ജോൺ തോമസ് പാസ്റ്ററെ ഏൽപ്പിച്ച ശുശ്രൂഷയും, വിൽസൺ പാസ്റ്ററെ ഏൽപ്പിച്ച ശുശ്രൂഷയും ഞങ്ങളുടെ എല്ലാം വ്യത്യാസമാണ്. ഒരിക്കലും എൻ്റെ വിളിക്ക് അനീഷ് പാസ്റ്റർ ഒരു ഭീഷണിയല്ല. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് അനീഷ് പാസ്റ്റർ ഒരു ഭീഷണിയല്ല. ലോകത്തിൽ ആരും ഒരു ഭീഷണിയല്ല. ഈ ബോധ്യം നമ്മുടെ അകത്തു വന്നാൽ, വിളികൾ തമ്മിൽ ആത്മാവിൽ കണക്റ്റായാൽ, വിളികൾ തമ്മിൽ ആത്മാവിൽ കണക്റ്റായ, നിയോഗങ്ങൾ തമ്മിൽ ആത്മാവിൽ കണക്റ്റായ, ഈ തലമുറ ഇന്നുവരെ കാണാത്ത അത്ഭുതങ്ങൾ കാൽഗറിയുടെ മണ്ണിലും ഈ കാനഡയുടെ മണ്ണിലും വെളിപ്പെടുമെന്ന് സഭകളെ നോക്കി ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ തൂത് പറയുമ്പോൾ അതിനെ സ്വീകരിക്കാൻ പറ്റുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ പറ, വിളികൾ തമ്മിൽ ചേരട്ടെ. മറ്റൊരു വ്യക്തിയുടെ വിളി പൂർത്തീകരിക്കാൻ സഹായിക്കുന്നവനായിട്ട് ഞാൻ മാറും. മറ്റൊരു വ്യക്തിയുടെ വിളിയെ കെടുക്കുന്നവനായിട്ടല്ല, ആ വ്യക്തിയുടെ വിളി പൂർത്തീകരിക്കാൻ സഹായിക്കും. അതുകൊണ്ട് പറഞ്ഞ സെരുബാബേലും നീ പേടിക്കണ്ട, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമാർ സമഭൂമിയായി മാറും. ഒരു 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 മനുഷ്യൻ്റെ ഉള്ളിൽ അനുഭവപരിചയമുള്ള ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ കൊടുക്കുന്ന ചാലഞ്ചാണ്, വിളിയോർത്ത് ഭാരപ്പെടേണ്ട, അത് പൂർത്തീകരിക്കാൻ സ്വർഗം കരം പിടിക്കുമെന്ന്. സ്വർഗം കരം പിടിക്കുമെന്ന്. വിളിയുള്ളവർ തമ്മിൽ കണക്ട് ചെയ്യേണ്ട കാലം ഇത്. വിളിയുള്ളവർ തമ്മിൽ കണക്ട്. ദേശത്ത് ഉണർവ് സംഭവിക്കണം. നമ്മൾ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഉണർവ് സംഭവിക്കുന്നത് ഏകാന്തമായ മുറികളിൽ ഉണർവ് സംഭവിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനകളിൽ ഉണർവ് സംഭവിച്ചിട്ടുണ്ട്. ശാന്തമായ വചന പഠന മേഖലയിൽ ഉണർവ് സംഭവിച്ചിട്ടുണ്ട്. ഒരു ചെറിയ കൂട്ടം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിനകത്ത് ഉണർവ് സംഭവിച്ചിട്ടുണ്ട്. ഒരു ഫോർമാലിറ്റിയും ഇല്ലാതെ ജനം പ്രാർത്ഥിച്ചു തുടങ്ങിയത് ഒരിക്കലും അവസാനിക്കാത്ത പ്രാർത്ഥനകളായി മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ തലമുറയുടെ ഒരു നിയോഗം പറയാം. ഈ തലമുറയിൽ ഉണർവ് നടക്കണമെങ്കിൽ വിളി പ്രാപിച്ച, നിയോഗം പ്രാപിച്ച, അധികാരമുള്ള, അഭിഷേകമുള്ള ഒരുപറ്റം പേർ സ്വാർത്ഥതയുടെ സകല ചിന്തകളും വെടിഞ്ഞ് ആത്മാവിൽ ഒന്നിച്ച് കൈകൊടുത്താൽ ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെ കാണാത്ത വൻ കാര്യങ്ങളെ എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഇതിനകത്ത് ആത്മാവിൽ കണക്ട് ആകുന്ന ഇത് ഒരുമിച്ചൊരു കമ്മ്യൂണിറ്റി ഫെലോഷിപ്പ് അല്ല, ഇത് ആത്മാവിൽ അകത്തു കിടക്കുന്ന തീയെ കത്തിക്കുന്ന സമയമായി മാറണം. PCSC കോൺഫറൻസ് ഒരു കമ്മ്യൂണിറ്റി ഫെലോഷിപ്പ് അല്ലെന്ന്, കാണാൻ വേണ്ടി വരുന്നതല്ല. ഫെസ്റ്റുകൾ നടന്നാൽ കാണാൻ പോകും. ഇങ്ങനെ കാളിനെ കാണാൻ വരുന്നൊരു സ്ഥലമല്ലിത്. ഇതിനകത്ത് ഞാൻ ആഗ്രഹിക്കുന്നു, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, വിളിയുള്ളവർ തമ്മിൽ ഇതിനകത്ത് കണക്ട് ആകട്ടെ. വിളിയുള്ളവർ തമ്മിൽ ഇതിനകത്ത് കണക്ട് ആകട്ടെ. നിയോഗങ്ങൾ തമ്മിൽ കണക്ട് ആകട്ടെ. കഴിഞ്ഞ രാത്രി ഫിനിപ്പാസ് പറഞ്ഞ അകത്ത് ദൈവം കൊടുത്തൊരു നിയോഗമാണ്. അതിനകത്ത് ഇത്രയും പേരെ ദൈവം കണക്ട് ചെയ്തെങ്കിൽ, അതൊരു വലിയ മൂവ്മെന്റ് ആക്കി മാറ്റിയെങ്കിൽ, ആ ഫിനിപ്പാസൊക്കെ അകത്ത് കിട്ടിയ തീ പോലെ ഈ ദിവസങ്ങളിൽ ആ നിയോഗങ്ങൾ പലരുടെയും ഉള്ളിൽ വരട്ടെ. വ്യത്യസ്ത നിയോഗങ്ങളാകട്ടെ. ഒരു PCIC മാത്രമല്ല, നൂറുകണക്കിന് ആത്മീക നിയോഗങ്ങൾ ഇവിടുത്തെ ക്യാമ്പസുകളിലേക്ക് ഇരമ്പി കയറട്ടെ. ഇവിടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ഇരമ്പി കയറട്ടെ. ഇവിടെ മൾട്ടിനാഷണൽ കമ്പനികളിലേക്ക് അത് ഇരമ്പി കയറട്ടെ. ദൈവം നിയോഗമുള്ളവർ അതിനെ പിടിച്ചടക്കുന്ന വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ആത്മാവിൽ ആമേൻ പറയട്ടെ. അടുത്തൊരു തലമുറയെ ആത്മാവിൽ തൊടുവാൻ വിളിയുള്ളവർ തമ്മിൽ വിളിയുള്ളവർ തമ്മിൽ കൈകോർക്കട്ടെ. വിളിയുള്ളവർ തമ്മിൽ ഒരുവന്റെ വിളിയെ അതിൻ്റെ ഫുൾഫിൽമെന്റിന് വേണ്ടി സഹായിക്കുന്നവർ അന്യോന്യം കൈകൊടുക്കട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം പറയാം. ഈ വ്യത്യസ്തമായ അനുഭവങ്ങൾ ദൈവം തരുന്നു. ഇതിനെയെല്ലാം ഒറ്റ ആത്മാവിനെ ദൈവം നിയന്ത്രിക്കുന്നു. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം പറയുന്നത്, കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവനാണ്. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. സെക്കരിയാവ് 4 ഒരു പുതിയ നിയമ പ്രതിധ്വനിയെ ഞാൻ വായിച്ചത്. സെക്കരിയാവ് 4 പറയുന്ന പുതിയ നിയമത്തിൻ്റെ പ്രതിധ്വനി. വ്യത്യസ്ത വിളക്കുകളുണ്ട്, വ്യത്യസ്ത വരങ്ങളുണ്ട്, വ്യത്യസ്ത ശുശ്രൂഷകളുണ്ട്, പക്ഷെ ഒറ്റ ആത്മാവാണ്.
ഒരു സോഴ്സിൽ നിന്ന് ഇവിടെ ഒഴുകി വരുന്നേ. പ്രവാചകന്റെ മേൽ വന്നതും ശുശ്രൂഷകന്റെ മേൽ വന്നതും പ്രസംഗകന്റെ മേൽ വന്നതും അപ്പോസ്തലന്റെ മേൽ വന്നതും ആ എല്ലാവരുടെ മേലും വന്നത് ഒരേ ഇടത്തു നിന്ന്, ഒരേ സോഴ്സിനകത്തു നിന്ന്, ഒരേ ശക്തിയാണ് അവരിലേക്കെല്ലാം ഒഴുകി വന്നത്. ഇതിൻ്റെ ഒരു ഗുണം, ഒരിക്കലും പ്രവാചകന് അപ്പോസ്തലനെ വിമർശിക്കേണ്ടി വരത്തില്ല. ഇന്നത്തെ ഒരു പ്രധാന ചാലഞ്ച് ഞാൻ പറയാം. എന്നെ ഏൽപ്പിച്ചത് എന്താണെന്നുള്ള ബോധ്യത്തിനപ്പുറത്തേക്ക് എൻ്റേത് മാത്രം റൈറ്റും മറ്റൊരാൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് റോങ് എന്ന് ഞാൻ പറയുന്നതാണ് ആത്മലോകത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. സ്തോത്രം. ദൈവം താങ്കൾക്ക് തന്ന ശുശ്രൂഷയ്ക്കകത്ത് വചനത്തിൻ്റെ അസാധാരണമായ അധികാരമുണ്ട്. ജസ്റ്റ് ഡു ഇറ്റ് ദാറ്റ്. അതിന് അസാധാരണ പവറുണ്ട് കേട്ടോ, അസാധാരണ പവറുണ്ട്. ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത എത്രയോ സമയങ്ങളിൽ ഇതുപോലെയുള്ള വേദികൾക്കകത്ത് നിൽക്കുമ്പോൾ ഒരു ആൾട്ടർ കോൾ പോലും കൊടുത്തിട്ടില്ല. പക്ഷേ എത്രയോ പേർ വന്നിട്ടുണ്ട്. വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ശരീരങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്, സൗഖ്യങ്ങൾ നടന്നത്, അത്ഭുതങ്ങൾ നടന്നത്, രോഗങ്ങൾ മാറിയ എത്രയോ ടെസ്റ്റിമണികൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊരു വചനത്തിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒരാൾക്കും നിർവചിക്കാൻ കഴിയാത്ത പവറാണ് ദൈവ വചനത്തിനകത്ത് വ്യാപരിക്കുന്നത്. അങ്ങനൊരു നിയോഗം ദൈവം നിങ്ങളുടെ അകത്ത് തന്നെങ്കിൽ ഡു ഇറ്റ്. എല്ലാവരും അത് ചെയ്യണം. വചനത്തിൻ്റെ നിറവും നിയോഗങ്ങളും എല്ലാവരുടെ മേലും വേണം. പക്ഷെ എന്നതുകൊണ്ട് അടുത്തൊരു കൃപാപര ശുശ്രൂഷ ചെയ്യുന്ന ആൾ റോങ് ആണെന്ന് പറയാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ മേൽ ദൈവം പ്രവാചക ദൗത്യം തന്നെങ്കിൽ, എൻ്റെ മേൽ ദൈവം ആ ശുശ്രൂഷക ദൗത്യം തന്നെങ്കിൽ പ്രവാചകൻ റോങ് ആണെന്ന് പറയാൻ, പ്രവാചക ശുശ്രൂഷ റോങ് ആണെന്ന് പറയാൻ. കാരണം നമ്മളുടെ തലമുറ ഇന്ന് പലരും ഒറിജിനൽ കണ്ടിട്ടില്ല. അവരാകപ്പാടെ കണ്ടത് റോങ് മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഷെയർ ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടുതൽ വാർത്ത ഏതാ? നല്ലൊരു പ്രസംഗത്തിന് 1000 പേര് കാണും, പക്ഷെ ഒരു വിവാദപരമായ ഒരു പ്രസംഗത്തിന് 2 ലക്ഷം പേര് കാണും. ഏറ്റവും കൂടുതൽ നല്ലൊരു പ്രസംഗം അയച്ചു കൊടുത്തില്ലെങ്കിലും വിവാദപരമായ ഒരു സാധനം അയച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫോൺ വിളിച്ചുകൂടെ പറയും, ഒരു സാധനം ഇട്ടിട്ടുണ്ട് കണ്ടോണം എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയുടെ മുഴുവൻ അവർ കാണുന്നത് ഫേക്ക് എന്ന് പറയുന്നതിന് പബ്ലിസിറ്റി കൊടുക്കുമ്പം അടുത്ത തലമുറ ഇതിനെല്ലാം എഴുതി വെച്ചിരിക്കുന്ന ഒരു തലക്കെട്ടുണ്ട്, ഈ കാണുന്ന മൊത്തം ഫേക്കാണ്. പാഷ മുമ്പേ പറഞ്ഞതുപോലെ വെളിപ്പെട്ട ദൈവമഹത്വയില്ലേ. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എടുക്ക വന്നു, ഭയങ്കര സന്തോഷത്തോടെ വന്ന ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഭൂതം ഇളകിയെന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശ്വാസത്തിനകത്ത് വന്നിട്ട് 15 വർഷമായെന്ന്. ഈ 15 വർഷം ആയിട്ട് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് കാണുന്ന പുള്ളിയുടെ ചർച്ചിൽ എന്തിളകുന്നേ? ഭൂതമിളകുന്നത്. പുള്ളി പറഞ്ഞ അത് നേരിട്ട് കാണുന്നത് വരെ ഞാൻ ചിന്തിച്ചു ഇത് മൊത്തം ഫേക്കാണെന്ന്. അപ്പം എന്തു മെസ്സേജാണ് അടുത്ത തലമുറ കൈമാറുന്നത്? എന്തു മെസ്സേജ്? പ്രവചനങ്ങൾ, കൃപാപര ശുശ്രൂഷകൾ, ദൈവപ്രവൃത്തികൾ, ഇത് മുഴുവൻ ഫേക്ക് എന്നൊരു പൊതു മെസ്സേജുകൾ പലയിടത്തും കൈമാറുമ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഫേക്കിനെ എന്തിനാ നമ്മൾ പബ്ലിസിറ്റി കൊടുക്കുന്നത്? നമ്മുടെ പ്ലാറ്റ്ഫോമിന് എന്തിനാ ഫേക്കിന് പബ്ലിസിറ്റി കൊടുക്കുന്നത്? ഒറിജിനൽ വെളിപ്പെടാൻ അങ്ങ് പ്രാർത്ഥിച്ചൂടെ? ഒറിജിനൽ വെളിപ്പെടാൻ റിയൽ പ്രോഫസി ജനം കേൾക്കട്ടെ, റിയൽ മിറക്കിളുകൾ ജനം കാണട്ടെ, യഥാർത്ഥ അത്ഭുതങ്ങൾ ജനം കാണട്ടെ, യഥാർത്ഥ ദൈവപ്രവൃത്തികൾ വെളിപ്പെടട്ടെ. ഒരു പബ്ലിസിറ്റിയുടെയും അകമ്പടിയില്ലാതെ യഥാർത്ഥ ദൈവപ്രവൃത്തികളും ദൈവിക അത്ഭുതങ്ങളും എന്നും വെളിപ്പെടുത്താൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ കോൺഫറൻസിനകത്ത് പ്രാർത്ഥിക്കട്ടെ. നാളെയല്ല, ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ജനം ആത്മാവിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളെ അത്ഭുതങ്ങളുടെ പാരമ്പരകൾ, ദൈവപ്രവൃത്തിയുടെ പാരമ്പരകൾ, ദൈവഭക്തത്വത്തിന്റെ പാരമ്പരകൾ ആത്മാവിൽ ചിലതിനെ ദൈവം കണക്ട് ചെയ്ത് ഈ തലമുറയിൽ പുറത്തെടുക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അല്പനിമിഷം കാരമടിച്ച ആത്മാവിൽ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് പറ, എന്റെ ദൈവം ചില ഒറിജിനൽ മാനിഫെസ്റ്റേഷൻസ് ഇന്ന് രാത്രി ഗ്ലോറി ഇറങ്ങുന്ന, ദൈവമഹത്വം ഇറങ്ങുന്ന, സ്വർഗത്തിന്റെ ആഴത്തിലുള്ള സ്പർശനങ്ങൾ വെളിപ്പെടുന്ന ദൈവിക നിറവിന്റെ രാത്രിയ. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്ത് മനസ്സിലായ ഒരു കാര്യം പറയാം. എൻ്റെ ദൈവം ഒരു കാലം കൊണ്ട് ഒരു പ്രവൃത്തി അവസാനിപ്പിച്ചിട്ടില്ല. എല്ലാ പ്രവർത്തികൾക്കും ഒരു രണ്ടാമതൊരു അനുഭവം കൂടെ തരാൻ ദൈവത്തിന് പറ്റും. പഴയ നിയമത്തിനകത്ത് ചെങ്കടൽ ദൈവം വിഭജിച്ചു. ചെങ്കടൽ വിഭജിക്കുമ്പോൾ ഒത്തിരി കൈക്കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്, എണ്ണിട്ടില്ല. ഒത്തിരി കൈക്കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്. പക്ഷേ ഈ കൈക്കുഞ്ഞുങ്ങൾ പലരും യോർദാൻ്റെ മുമ്പിലുണ്ട്. ഇവരുടെ അപ്പച്ചന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചെങ്കടലിനെ മുറിച്ച ദൈവം, ചെങ്കടലിനെ വിഭജിച്ച ദൈവം. എത്ര മൈലുകൾ ചെങ്കടലിനെ വിഭജിച്ച ദൈവം. ഒരു ഭയങ്കര റാലി അതിനകത്തൂടെ കടന്നുപോയി. അവർക്കത് പറയുമ്പോൾ ത്രില്ല. പക്ഷേ ഈ മക്കൾ മൊത്തം കണ്ടതെന്നറിയോ? ഈ ത്രില്ലോടെ പറഞ്ഞ അപ്പച്ചന്മാർ ഇവരുടെ കണ്ണിന് മുമ്പിൽ മരിച്ചു വീഴുക.
രണ്ടുപേരൊഴികെ ബാക്കിയുള്ള മുഴുവൻ പേരും ആ മരുഭൂമിയിൽ പട്ടുപോകുന്ന വാർത്ത അവർ കേട്ടത്, അവരെ കണ്ണുകൊണ്ട് കണ്ടത്. പക്ഷെ തൊട്ടപ്പുറത്ത് ഇവർ ചെന്ന് നിന്നൊരു സ്ഥലമുണ്ട്, യോർദാന്റെ കര. ഈ അന്ന് കേട്ട ആ ചിന്തകൾ മുഴുവൻ അകത്ത് കിടപ്പുണ്ട്. അന്ന് ചെങ്കടലിനെ മുറിച്ച ദൈവം. പക്ഷെ യോർദാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവം പറഞ്ഞു, പുരോഹിതന്മാർ അവർ പെട്ടകമെടുത്ത് ആ യോർദാനിൽ കാല് വെക്കുന്ന സമയത്ത് മരണ യോർദാൻ അവിടെ നിന്ന് വഴിമാറും. ഇന്നലെ ചെങ്കടൽ കൊണ്ട് കാര്യം അവസാനിച്ചിട്ടില്ല. അടുത്ത തലമുറയുടെ മുമ്പിൽ ഒരു യോർദാനെ വഴിപിരിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ അഭിഷക്തന്മാർ എത്ര പേർ ഇന്ന് രാത്രി എന്നോട് ആമേൻ പറയും? അന്ന് വെളിപ്പെട്ടത്, 1-ാം നൂറ്റാണ്ടിൽ വെളിപ്പെട്ട ചില ദൈവപ്രവൃത്തികൾ എൻ്റെ തലമുറ കാണുകേ. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ്, വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ്, ചിലത് ഇന്ന് രാത്രി എൻ്റെ ദൈവം ചെയ്യും. എൻ്റെ തലമുറയിൽ എല്ലാവരും കാണുകേ. ചെങ്കടലിൽ മാത്രമല്ല, റൈറ്റ് നൗ ഇൻ ദ യോർദാന്റെ മുന്നിൽ. ചെങ്കടൽ കൊണ്ട് എൻ്റെ ദൈവം ഒന്നും ഫിനിഷ് ചെയ്തിട്ടില്ല. കേരളത്തിൻ്റെ മണ്ണിൽ 1900 കഴിഞ്ഞ കാലഘട്ടത്തിനകത്ത് എത്രയോ മിറക്കിളുകൾ മണിക്കൂർ നിന്ന് പറഞ്ഞാലും തീരാത്ത ദൈവപ്രവൃത്തികൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ലേ? എങ്ങനെയാണ് പല സാമുദായിക പവറുകളെയും വിട്ട് ജനം പുറത്തു വന്നേ? ഒറ്റ കാര്യം, വ്യാപരിച്ച ദൈവശക്തിയായിരുന്നു. അവർക്കന്ന് മുൻവിധിക്ക് സ്ഥാനമില്ല, അവർക്കന്ന് കഴിവുകൾക്ക് പ്രസക്തിയില്ല, അവിടെ അന്ന് മറ്റൊരു കായിക ശക്തിയുമില്ല. അവർക്കാകപ്പാടെ ഒന്നേ ഉള്ളൂ, മണിമേടകളിലും മണിമന്ദിരങ്ങളിലും വെളിപ്പെടാത്ത ഒന്ന്. സാധാരണക്കാർ മുട്ടുമടക്കി ചാണകം മെടുക്കിയ തറക്കകത്താണേലും അവരിയ്ക്കുന്നിടത്ത് സ്വർഗം ഇറങ്ങി വരുമായിരുന്നു, സ്വർഗം ഇറങ്ങി വരുമായിരുന്നു. ഇന്ന് ആധുനിക ലോകത്തെ എല്ലാ സൗകര്യങ്ങളും എല്ലാ മാധ്യമങ്ങളും നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഒരിക്കലും ഇതിനെ കെടുത്തിക്കളയാനല്ല ദൈവം വിളിച്ചത്. കർത്താവേ, അന്ന് വെളിപ്പെട്ട ആ മുഴുവൻ മഹത്വവും ഈ തലമുറയിൽ ഒന്നും കൂടെ ഞങ്ങളെ ഒന്ന് വിസിറ്റ് ചെയ്യണേന്ന് പ്രാർത്ഥിച്ച ഇന്ന് രാത്രി അപ്പന്മാർ അമ്മമാർ അതൊരു പ്രാർത്ഥനയായിട്ട് എടുത്തേ. ഞങ്ങളെ ഒന്ന് വിസിറ്റ് ചെയ്യണേ, ഞങ്ങളെ ഒന്ന് വിസിറ്റ് ചെയ്യണേ. എനിക്കിന്ന് രാത്രി ഇവിടെ എനിക്ക് നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ഞാനൊരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കറിയാം ഇതൊരു സാധാരണ ദൂതല്ല, ഇതൊരു ദൈവം നൽകുന്ന ഒരു പ്രവാചക ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. ഈ രാത്രി സ്വർഗം അത് ചില മേഖലയിൽ ചെയ്യുകയാണ്. കർത്താവ് ഒരു രണ്ടാമത്തെ കാലം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കും. ഇതിനെ ഒന്നും കാലം കഴിഞ്ഞിട്ടില്ല, ഇതിനെ ഒന്നും കാലം കഴിഞ്ഞിട്ടില്ല. മൂല്യച്യുതികൾ കാണുമ്പോൾ നമുക്ക് തോന്നും കാലം കഴിഞ്ഞെന്ന്, കാലം കഴിഞ്ഞെന്ന്. ജീസസ് പലർക്കും പറയാത്ത കുറെ കാലങ്ങൾക്ക് പുറകിൽ ഞാൻ പോലും ചിന്തിച്ചൊരു കാലമുണ്ട്. പലതും കണ്ടും കെട്ടും മടുത്ത് കേരളം വിട്ടുപോയാലും ചിന്തിച്ചൊരു കാലമുണ്ട്. പക്ഷേ വിട്ടുപോയാലെന്ന് ചിന്തിച്ചൊരു കാലമുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിനെ അവിടെ നിർത്തി. ഓടിപ്പോയാൽ എവിടെ വരെ പോവും? വെല്ലുവിളിയില്ലാത്തൊരു സ്ഥലം ലോകത്തെവിടെങ്കിലും കാണിക്കാൻ പറ്റുമോ? വെല്ലുവിളിയില്ലാത്തൊരു സ്ഥലം ലോകത്തെവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? പക്ഷെ നിങ്ങളുടെ അകത്ത് ആത്മാവ് നിങ്ങളങ്ങ് ബലപ്പെട്ടാലോ, പരിശുദ്ധാത്മാവ് നിങ്ങളെ അങ്ങ് ചലിപ്പിച്ചാലോ, ദൈവപ്രവൃത്തിക്ക് നിങ്ങളങ്ങ് ഒരുക്കപ്പെട്ടാലോ, ഓടിപ്പോയാൽ എത്ര ദൂരം ഓടും? വിട്ടുപോയാൽ എത്ര ദൂരം ഓടും? ഇതിനകത്തുള്ള നിങ്ങൾ പ്രാപിച്ച ദൈവകൃപ നിങ്ങളുടെ അകത്തതങ്ങ് കിണ്ടലിയട്ട, നിങ്ങളുടെ അകത്തതങ്ങ് തീ പോലെ നിങ്ങളുടെ അകത്തുന്നത് കത്തി പുറത്തു വരട്ട. ഇതിനെ അതിജീവിച്ച് നമ്മൾ മുമ്പോട്ടോടും, ഇതിനെ അതിജീവിച്ച് മുൻപോട്ടോടും, ഇതിനെ അതിജീവിച്ച് മുമ്പോട്ടോടും.
ഒത്തിരി പിതാക്കന്മാരെ, ഒത്തിരി അഭിഷക്തന്മാരെ ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ദൈവിക ദൂത്, നമ്മൾ ഒരുമിച്ച് നിങ്ങളിൽ നിന്ന് ഞാനത് പ്രാപിക്കാൻ കൊടുക്കുക. ഒരു തലമുറയുടെ വിജയം അടുത്ത തലമുറയെ ജനിപ്പിക്കുന്നതിനകത്ത്, ഒരു തലമുറയുടെ വിജയം അടുത്ത തലമുറയെ ജനിപ്പിക്കുന്നതിനകത്ത് ഒരു സെക്കരിയാവ് കൊണ്ട്, ഒരു സെരുബാബേൽ കൊണ്ട് കാലം തീരത്തില്ല. അതിന്റെ പുറകിന് സെക്കരിയാവുണ്ട്, അതിന്റെ പുറകിന് ഹഗ്ഗായി ഉണ്ട്, അതിന്റെ പുറകിന് ജനറേഷൻ ഉണ്ട്. ഒരു തലമുറയ്ക്കപ്പുറത്ത് മറ്റൊരാളുണ്ട്. ഒരു പൗലോസിനെ കാരാഗ്രഹത്തിനകത്തിടും. പക്ഷെ പൗലോസ് പറഞ്ഞു, എന്നെ കാരാഗ്രഹത്തിനിട്ട ചങ്ങല ഇടാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷെ ഇതിനകത്ത് ഞാൻ ആത്മീക മക്കളെ അങ്ങ് ജനിപ്പിച്ചു. ആത്മീക മക്കളെ തിമോത്തിയോസ്, തീത്തോസ്, എപ്പഫ്രാദിത്തോസ്, ഓനേസിമോസ്, ഇവര് മുഴുവൻ ജനിച്ചു പുറത്തു വന്നപ്പോൾ പൗലോസ് പറഞ്ഞു, എന്നാൽ കേട്ട ദൈവത്തിന്റെ വചനം അവർ പുറത്തു പോയി ആദിശക്തിയോട് അങ്ങ് പ്രസംഗിച്ചെന്ന്. എന്ന് പറഞ്ഞ പൗലോസ് ഒരാൾ പോയ 100 പേരടുക്ക പോകും. പക്ഷെ പൗലോസ് 10 ആത്മീക മക്കളെ ജനിപ്പിച്ച ഇവർ 10,000 പോകും. അടുത്തൊരു തലമുറയിലെ ആത്മീക സന്താനങ്ങളെ ജനിപ്പിക്കുന്ന അഭിഷേകം അകത്ത് വ്യാപരിക്കണം. മോശ യോശുവയെ ഒരുക്കി, ഏലിയാവ് എലീശയെ ഒരുക്കി, പൗലോസ് തീമോത്തിയോസിനെ ഒരുക്കി, യേശു ശിഷ്യന്മാരെ ഒരുക്കി. ചോദ്യം, നമുക്ക് ശേഷം ആരാ? നമുക്ക് ശേഷം ആരാ? ഞാൻ ഈ വേദിയിൽ നിന്ന് അറിയാ, മറ്റൊരാൾ എനിക്ക് പകരം ഇവിടെ നിന്നാൽ നിങ്ങളുടെ ശുശ്രൂഷക്കകത്ത് നിങ്ങൾ അടുത്ത തലമുറയെ ഒരുക്കി കൈപിടിച്ചിട്ടുണ്ട്. എഴുന്നേക്കണം. നമുക്ക് പകരം ഒരാള്, നമുക്ക് പകരം ഒരാള്, നമ്മോടൊപ്പം ഓടുന്ന ചിലരെ ആത്മാവിൽ ഒരുക്കുമ്പം അവിടെയാണ് ഒരുമിച്ച് ദേശം പിടിച്ചടക്കുന്നത്. എൻ്റെ ചിന്തകൾക്ക് പരിമിതി ഉള്ളിടത്ത് ഞാൻ ഒരുക്കുന്നവൻ അതിൻ്റെ അപ്പുറത്തേക്ക് പോകും. ഇനി ഒരു കാര്യം പറയാം, ചിലപ്പോൾ ഞാൻ എന്ന വ്യക്തിയുടെ ശുശ്രൂഷക്കകത്ത് കുറച്ച് സാധാരണക്കാരെ ഒരുക്കാനാ. എഡ്വേർഡ് കിംബൽ ഒരുക്കിയത് കുറച്ച് ചെറുപ്പക്കാരെയാ. ലോകത്തിൽ എഡ്വേർഡ് കിംബലിനെ അധികം പേർക്ക് അറിയത്തില്ല. ഒരു 10-15 ചെറുപ്പക്കാരെ തൻ്റെ ആയുസിനകത്ത് ഒരുക്കിയ മനുഷ്യനാണ്. അവരെ മെന്റർ ചെയ്ത മനുഷ്യനാ, അവരെ മോൾഡ് ചെയ്ത മനുഷ്യനാ. പക്ഷെ എഡ്വേർഡ് കിംബൽ ഒരുക്കിയ ഒരു മനുഷ്യൻ 20 ലക്ഷം പേരെ കർത്താവിന് വേണ്ടി നേടി. അദ്ദേഹത്തെ നമുക്ക് മുഴുവൻ അറിയാം. ഡ്വൈറ്റ് എൽ മൂഡി, D.L. മൂഡി. എഡ്വേർഡ് കിംബലിനെ ലോകത്തിന് അറിയത്തില്ല. പക്ഷെ കിംബലിനകത്തു തീ കിട്ടിയ, അകത്തു നിയോഗം കിട്ടിയ ഒരു D.L. മൂഡി ദേശത്തെ ഇളക്കി മറിച്ചെങ്കിൽ ഈ കോൺഫറൻസിനകത്ത് ആത്മാവിന്റെ ആ വലിയ ചലന ഹൃദയത്തിനകത്ത് സ്വർഗം ഇന്ന് രാത്രി എറിയുക. ചിലരെ ആത്മാവിൽ ഇന്ന് രാത്രി ദൈവം കാത്തിക്കുക. അതിനകത്തുനിന്ന് നിങ്ങൾ കൊടുക്കുന്ന ദൈവ നിയോഗങ്ങൾ അടുത്ത തലമുറയുടെ വിടുതലായിട്ട് അത് മാറുമെന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഇതൊരു നിയോഗമായിട്ട് ഏറ്റെടുത്ത് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് വരാ ഒരു തലമുറയിലേക്ക്. ഈ പ്രവാഹങ്ങൾ തുടരുക. നിങ്ങളുടെ അകത്തുള്ള വിശ്വാസം നിങ്ങൾ തലമുറയിലേക്ക് കൊടുത്താ ഞാൻ ഉറപ്പ് പറയാം, ഇതിനപ്പുറത്ത് ഒരു കൂട്ടമുണ്ട്. തിമോത്തിയോസിനെ നോക്കിയിട്ട് പൗലോസ് പറഞ്ഞു, ആ വിശ്വാസം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനിക്കലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എൻ്റെ പ്രിയരെ, കുടുംബപ്പേരല്ല അവന് കൈമാറി കിട്ടിയേ, അവന് കൈമാറി കിട്ടിയത് വിശ്വാസ. അവന് കൈമാറി കിട്ടിയത് വിശ്വാസ. കേരളത്തിന്റെ കൾച്ചർ ഏത് എക്സ്റ്റെൻഡിൽ ഇവിടെ കൊടുക്കാൻ പറ്റും ആ എക്സ്റ്റെൻഡിൽ കൊടുത്തോ കുഴപ്പമില്ല. പക്ഷെ അതിനകത്ത് പ്രാപിച്ച ദൈവകൃപയുടെ തനിമ കൈമാറണം. പ്രാപിച്ച ദൈവകൃപയുടെ തനിമ കൈമാറണം. കൾച്ചർ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അകത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പ്രാപിച്ച ദൈവകൃപ അത് ഏറ്റവും കൃത്യമായി, അതെൻ്റെ വാക്കിനേക്കാളും നല്ലത് എൻ്റെ ജീവിതത്തിലും എൻ്റെ മേൽ വെളിപ്പെടുന്ന ദൈവകൃപയിലൂടെ അതടുത്ത തലമുറയിലേക്ക് നിങ്ങൾക്ക് കൈമാറാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി അസാധാരണമായത് അടുത്ത തലമുറ മുഖാന്തരം എൻ്റെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവം ചില അസാധാരണമായത് ഇതൊരു തലമുറയുടെ വെല്ലുവിളിയാണ്. ഇതൊരു തലമുറയുടെ വെല്ലുവിളിയാണ്. എൻ്റെ പ്രിയരെ, ഈ ലൈഫിൻ്റെ ഏറ്റവും വലിയ കാര്യം, ഈ ഉയർത്തിപ്പിടിച്ച തിരുവെടുത്തിന് ശേഷം ഞാൻ ഉയർത്തിപ്പിടിച്ച ഈ തിരുവെടുത്തുമായി എൻ്റെ തലമുറ നിൽക്കുന്നെങ്കിൽ അടുത്തൊരു ജനറേഷൻ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളാണ് ഭാഗ്യമുള്ളവർ. നമ്മളാണ് ഭാഗ്യമുള്ളവർ. അതിനായിട്ട് അവരെ യോജിപ്പിക്കാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, പരിശുദ്ധാത്മാവ്, അഭിഷേകം. അതല്ല, നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ ആശയവും അവരുടെ ആശയങ്ങളും ഒരിക്കലും ഒരുമിച്ച് പോകത്തില്ല. നമ്മുടെ ആശയങ്ങൾ ഒത്തിരി. എനിക്ക് 35 വയസ്സുണ്ട്. ഈ 35 വയസ്സുള്ള ഞാനൊരു 18കാരനോട് എന്നാൽ അവൻ പറയും തന്തവൈബാന്ന് പറയും.
കാരണം 35-കാരൻ 18-കാരനോട് പറയും തന്ത വൈബ്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ തന്ത വൈബ്, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവർ നല്ല വൈബുമാന്ന് പറയുന്ന ഒരു കാലത്ത് അതും കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ 35-കാരന് 18-കാരനോട് സംസാരിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുക. പക്ഷേ ഈ 35-കാരനല്ല 80-കാരനും 15-കാരനും കൂടെ കണക്ട് ആവും. 90-കാരനും 10 വയസ്സുകാരനും കൂടെ കണക്ട് ആവും. പക്ഷെ ഒറ്റ വഴിയിലെ കണക്ട് ആകത്തുള്ളൂ. അത് സൈന്യത്താലല്ല, അത് ശക്തിയാലല്ല, അത് ദൈവത്തിന്റെ ആത്മാവിനാൽ. അടിച്ചമർത്തിയിട്ട് കാര്യമില്ല, അടിച്ചേൽപ്പിച്ചിട്ട് കാര്യമില്ല. ഇന്ന് രാത്രി കണക്ട് ആകട്ടെ, അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി കോൺഫറൻസിനകത്ത് ആത്മാവിൽ ഞാനത് ഡിക്ലെയർ ചെയ്യുന്നു. വാക്കുകളല്ല കണക്ട് ചെയ്യുന്നത്, ചിന്തകളല്ല കണക്ട് ചെയ്യുന്നത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതൊരു മൂവ്, പരിശുദ്ധാത്മാവിന്റെ നിയോഗം ഇന്ന് രാത്രി ഞാൻ ജനത്തിന് കൈമാറുക. അത് വിശ്വസിച്ച് ആത്മാവിൽ ഇന്ന് രാത്രി ഏറ്റെടുത്ത് ജനം പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവ് ജനതനെ കൈമാറും. എന്നെ ചിന്തിപ്പിച്ച ഒരു സംഭവമുണ്ട്. മുമ്പേ സക്കരിയാവിനെ പറ്റി പറഞ്ഞു. പക്ഷെ സക്കരിയാവിനോട് പറഞ്ഞതിന് ശേഷം ഈ ദൂതൻ വന്ന് ഇടപെടുന്നത് ഒരു മേരിയോടാ. വലിയ പ്രായമൊന്നും ഇല്ലാത്തൊരു യൗവനക്കാരിയായ സ്ത്രീയോട്. അവളോട് പറയുന്നു, നീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ഇതെങ്ങനെ സംഭവിക്കും? ഇത് പരിശുദ്ധാത്മാവിനെ സംഭവിക്കും. എന്നിട്ടൊരു അടയാളം കൂടെ കൊടുത്തു. നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചിയായവൾക്ക് ഇത് 6ാം മാസമാണ്. അവളുമായി, ആ ചെറുപ്പക്കാരിയുമായിട്ട് ഒരു കണക്ട് ചെയ്തത് ഒരു വൃദ്ധയായ ഒരു മാതാവുമായിട്ടാണ്. അവിടെ എഴുതി വെച്ചത് അവൾ വയസ്സിയെന്ന്, അവർ 20 വയസ്സിയെന്ന് വൃദ്ധരായിരുന്നെന്നാണ് കാണുന്നത്. അങ്ങനെ ഒരു ചെറുപ്പക്കാരിയെ ഒരു വൃദ്ധയുമായിട്ട് കണക്ട് ചെയ്തു. ഇത് മനുഷ്യനല്ല കണക്ട് ചെയ്തത്, പരിശുദ്ധാത്മാവ കണക്ട് ചെയ്തത്. പരിശുദ്ധാത്മാവ രണ്ടുപേരുടെ ലൈഫിനകത്തും ആർക്കും നിഗ്ലക്ട് ചെയ്യാൻ കഴിയാത്ത മിറക്കിളുകൾ കൊടുത്താണ് ദൈവം അങ്ങോട്ട് കണക്ട് ചെയ്തത്. സംഭവിച്ച കാര്യം എന്താ? ഇവൾ ബന്ധപ്പെട്ട് മലനാട്ടിൽ പോയെന്ന ഗർഭകാലത്തിന്റെ ആരംഭ നാളുകളിൽ ഒരു വിശ്രമത്തിനല്ല, അവൾ ബന്ധപ്പെട്ടു മലനാട്ടിൽ പോയി. ദൈവം കണക്ട് ചെയ്ത ആ വയോധികയുമായി അവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ ചെന്നപ്പോ എഴുതി വെച്ചത്, ഇവർ തമ്മിൽ കണ്ട് വന്ദനം പറയുമ്പോൾ തന്നെ അകത്ത് പിള്ള തുള്ളി. ആരെങ്കിലും കൃത്രിമീകരിച്ചതാണോ? ആരെങ്കിലും കൃത്രിമീകരിച്ചതാണോ? അല്ല, പരിശുദ്ധാത്മാവല്ലേ കണക്ട് ചെയ്ത്. ഇന്ന് രാത്രി ജനറേഷനെ പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യുക. ഇതിനകത്ത് തലമുറകളെ കണക്ട് ചെയ്യുക. ഇതിനകത്ത് ഒരു തലമുറ അടുത്ത തലമുറയുമായി യേശുവിൻ നാമത്തിൽ ആത്മാവ് ഇന്ന് രാത്രി മൂവ് ചെയ്യുക. ശക്തമായ പരിശുദ്ധാത്മാവിന്റെ പ്രവാഹം ഇന്ന് രാത്രി ഇതിനകത്ത് പകരപ്പെടുക. പരിശുദ്ധാത്മാവിന്റെ പ്രവാഹം പകരപ്പെടുക. പെന്തക്കോസിന്റെ ശക്തി ക്ഷയിച്ചിട്ടില്ല. പെന്തക്കോസിന്റെ മഹത്വം ആത്മാവിൽ ഇന്ന് രാത്രി ആ ദൂതനെ സ്വീകരിച്ച, വിശ്വാസത്തോടെ സ്വീകരിച്ച കർത്താവിന്റെ സാന്നിധ്യത്തിന് മുമ്പിലേക്ക് പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യുക. ഐഡിയോളജികളുമായിട്ട് കണക്ട് ചെയ്യത്തില്ല, മീഡിയകളുമായിട്ട് കണക്ട് ആകത്തില്ല, ചിന്തകൾ തമ്മിൽ കണക്ട് ആകത്തില്ല. ഇനി അടുത്ത കാര്യം പറയാം. അടുത്ത ഈ ദൈവസഭകളുടെ വളർച്ചയ്ക്ക് 2 കൂട്ടത്തെ നമുക്ക് വേണം. ആരെയുമാര് 2 വിങ്ങായിട്ട് പോകത്തില്ല, ഒറ്റ വിങ്ങായിട്ടേ പോകത്തുള്ളൂ. കാരണം ഇത് എല്ലാവരുമുള്ള ദൈവപ്രവൃത്തിയുടെ വിങ്ങ. ഇതിനകത്ത് അനുഭവ പരിചയമുള്ളവരുമുണ്ട്, ഇതിനകത്ത് യുവരക്തങ്ങളുമുണ്ട്, കാലം കണ്ടവരുമുണ്ട്, കാലത്തിൻ്റെ പുതുമ അറിയുന്നവരുമുണ്ട്, അനുഭവങ്ങളിൽ ചാലിച്ച ചരിത്രം എഴുതിയവരുമുണ്ട്. കാലത്തിൻ്റെ വെല്ലുവിളികളെ സ്വീകരിക്കാൻ പുത്തൻ വഴി അറിയാവുന്നവർ ഇതിനകത്തുണ്ട്. ഇവരെ ഒരുമിച്ച് കണക്ട് ചെയ്യും. എങ്ങനെയെന്നറിയോ? അത് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് പറഞ്ഞ ഒരു പെന്തക്കോസ്തിന്റെ ഒരു പ്രവാചക ശബ്ദം പഴയ നിയമത്തിൽ കിടപ്പുണ്ട്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിന്റെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. നിന്റെ വൃദ്ധന്മാർ ആത്മാവിൽ വൃദ്ധന്മാരും യൗവനക്കാരും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ മൂവാകട്ടെ. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഈ PCIC കോൺഫറൻസിന്റെ ഈ 2ാം ദിവസം രാത്രിയിൽ അങ്ങനെ ഒരു ചലനം ഇതിനകത്ത് തുടക്കം കുറിക്കട്ടെ.